കേരളത്തിൽ BJP ശബരിമല വിഷയം കത്തിക്കും, ഉറപ്പാണ്. അമിത്ഷാ കഴിഞ്ഞ ദിവസം തന്നെ വന്നപ്പോൾ പറയുകയുണ്ടായി, ശബരിമല സ്വത്ത് സംരക്ഷിക്കാനാകാത്തവർക്ക് വിശ്വാസം പോലും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ ശബരിമല പ്രധാനമായിട്ടും വിരൽ ചൂണ്ടുന്നത് ഇടതുപക്ഷത്തേക്കാണ്. അത് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് തന്ത്രിയുടെ അറസ്റ്റിൽ വരെയാണ്. അത് അവിടം കൊണ്ട് നിൽക്കുമോ, തന്ത്രിയെ തന്നെ പ്രധാന പ്രതിയാക്കി അവസാനിപ്പിക്കുമോ എന്നാണ് അറിയേണ്ടത്. സാറേ, ശബരിമല കത്തില്ല. ഇവർ എത്ര പിടിച്ചാലും BJP ശബരിമലയെ ആയുധമാക്കി ജാതീയമായി കേരളത്തെ വേർതിരിച്ച് വോട്ട് നേടാനാണ് ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും സംഭവിക്കില്ല. കാരണം പറയാം, ഇവിടെ ആരാണ് കുറ്റക്കാർ? ഇടതുപക്ഷ ജനാധിപത്യമുള്ള മന്ത്രിമാരോ ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമോ ആരും ഇത് കക്ഷികളല്ല. ആചാരപരമായ ലംഘനത്തിൻ്റെ ഭാഗമായി അവിടെ കൊള്ള നടന്നിട്ടുണ്ട്. അതിനറിയാം. നമുക്ക് ഈ പറയുന്ന വിഷയത്തിൽ അവസാന വാക്ക് തന്ത്രിയുടേതായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം അത് കക്ഷിയായി. ഞാൻ പറഞ്ഞ വാക്ക് അദ്ദേഹം കൃത്യമാണ്. അറിഞ്ഞോ അറിയാതെയോ ഈ രാജീവ് കണ്ടന്റ് അതിൽ കക്ഷിയാകുന്നു. അദ്ദേഹത്തിന് വിയോജനം ഉണ്ടെങ്കിൽ പറയാം, ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ ധാരഭാരക ശില്പങ്ങളിലുള്ള അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ വിലക്ക് ലംഘിച്ച് ആരെങ്കിലും കൊണ്ടുപോകുന്നെങ്കിൽ പറയാം, അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കാം, ഉന്നത അധികാരികളോട് പറയാം. ഇതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹവും അത് കക്ഷിയാണ്. അദ്ദേഹം പറയുകയോ ലിഖിതമായി എഴുതപ്പെടുകയോ അദ്ദേഹം രേഖപ്പെടുത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെ നിയമം നമുക്കറിയാം, നമ്മുടെ നിയമത്തെ എഴുതി വെച്ചിട്ടുണ്ട്. നിയമം അറിയുകയില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാൽ ഒരു കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. അറിയാം, സാധനം അറിയാമല്ലോ. നമ്മുടെ പീനൽ കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ആ നിയമം അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ നിയമം ലംഘിച്ചത് പറയാൻ പറ്റില്ല. താങ്കൾ നിയമം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രതിസ്ഥാനത്ത് അദ്ദേഹമാണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം, നിങ്ങളുടെ ഈ പ്രേക്ഷകർ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ശബരിമലയിൽ നമുക്കറിയാം, എല്ലാ കാലത്തും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ് അവിടുത്തെ അധികാരികൾ. അവർ കൃത്യമായി ചെയ്യുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നെ ഒരാളൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ആയൂർ ബിജു ആ ഉത്തരവാദിത്വം കൃത്യമായി ചുമതല ഏൽക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നാണ് എന്നെ ഏൽപ്പിക്കുന്ന ആളുടെ ചിന്ത. അതിന് വിരുദ്ധമായ ഒരാൾ ചെയ്താൽ ആരാണ് അതിൽ കക്ഷി? ഞാൻ തന്നെയാണ്. ഞാൻ ഇരിക്കുന്ന ഒരു കസേരയിൽ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ കീഴ് ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും ചെയ്താൽ അത് എൻ്റെ തെറ്റാണ്. എൻ്റെ ഒരു മേലുദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹം എന്നെ അസൈൻ ചെയ്തേക്കാണ്. അസൈൻഡ് ആയൂർ ബിജുവിനെ അസൈൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം ചെയ്യുന്ന ഒരു തെറ്റിന് എൻ്റെ ഒരു മേലുദ്യോഗസ്ഥൻ, ഇപ്പം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. വിജയൻ സാറിൻ്റെ കൂടെ, സാറിൻ്റെ ഈ ചാനലിൽ താങ്കൾ ഇവിടെ നിന്ന് എന്നോട് ചർച്ച ചെയ്യുന്നു. താങ്കൾ ഇവിടുത്തെ ഒരു അധികാരിയാണ്. താങ്കൾ ഇവിടെ ചെയ്യുന്ന ചെറുതും വലുതുമായ ഏതെങ്കിലും തെറ്റിന് താങ്കളുടെ ഈ ചാനലിലെ MD-യോ അല്ലെങ്കിൽ മറ്റൊരു ആളോ കക്ഷിയാണോ? താങ്കൾ ചെയ്ത് തെറ്റ് ചെയ്താൽ താങ്കൾ ശിക്ഷിക്കപ്പെടണം. താങ്കളെ താഴെയുള്ള ആളോ തെറ്റ് ചെയ്താൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. അത് മാത്രമേ ഉള്ളൂ സാർ. ഇവിടെ എല്ലായ്പ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും വിശ്വാസികളോടൊപ്പം അല്ല എന്ന് പറയുന്നുണ്ട്. വിശ്വാസമുള്ളവർക്ക് വിശ്വാസം, വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസമില്ല. എന്തുമാകാം. ഇപ്പം ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുണ്ട്. KM മാണി സാറിൻ്റെ അസ്തിത്വമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിലെ മൂന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്. അംഗബലം കൊണ്ടും വോട്ട് കൊണ്ടും ഒക്കെ നിൽക്കുന്ന ഞങ്ങളുടെ ആൾക്കാരൊക്കെയും, ഞങ്ങളുടെ ജോസ് കെ മാണി ആയാലും ഈ പറഞ്ഞ ഞാനായാലും പ്രമോദ് നാരായണനായാലും റോഷി അഗസ്റ്റിനായാലും ഇവരെല്ലാം വിശ്വാസികളാണ്. ആ വിശ്വാസികളെയും വിശ്വാസമില്ലാത്തവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ മുന്നണി പോകുന്നത്. അവിടെ എവിടെയാണ് ഈ ശബരിമലയിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഞങ്ങളുടെ ഇടതുപക്ഷത്തിന് മുകളിലേക്ക് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാം, പറഞ്ഞു വയ്ക്കാം. പല സംസ്ഥാനത്തുമുണ്ട്. നമുക്കിതിന് സമാനമായി ഗുജറാത്തിലുണ്ട്, അല്ലെങ്കിൽ മറ്റ് UP-യിലുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ
ഇതൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. അവിടെ ഒന്നും ജാതിയും രാഷ്ട്രീയവും രണ്ടായി കാണാനുള്ള ഒരു സാമാന്യ മര്യാദ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പം കേരളത്തിലെ ബി ജെ പി ഉണ്ട്. അവർ പറഞ്ഞെന്താണ്? അവരാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെ അട്ടപ്പേർ അവകാശികൾ. ആരാണ് ഹിന്ദു? ഹിന്ദു എന്ന വാചകത്തിന് ഒരു പ്രസക്തിയുണ്ട്. ഹിന്ദുയിസം ഇതൊന്നും അമ്പലത്തിൽ പോയി കർസേവ ചെയ്യുന്ന കർസേവകരുടെ RSകാരൻ്റെയോ അട്ടപ്പേർ അവകാശമല്ല. അതിന് വ്യാപകമായ അർത്ഥമുള്ള ഒരു വാക്കാണ് ഹിന്ദുയിസം. അതിനെ ലോകം ബഹുമാനിക്കുന്നു, നാട് ബഹുമാനിക്കുന്നു, കേരളം ബഹുമാനിക്കുന്നു. പക്ഷെ ആ ഹിന്ദുയിസത്തിനെ ജാതി പറഞ്ഞ് ഹിന്ദു ഞാനാണ്, നമ്മളാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മൾ ഒരുമിച്ച് നിന്നാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് ഈ സാധാരണക്കാരൻ്റെ മനസ്സിനെ പറയുന്ന വാക്കുണ്ട്. ആ തരത്തിലേക്ക് ഒരു മനുഷ്യൻ്റെ ഉപബോധ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ വോട്ട് വാങ്ങി വിജയിച്ച് അധികാരത്തിൽ വരാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഒരു കാരണവശാലും കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. എനിക്ക് തോന്നുന്നു CPM-ന്റെ മറ്റു ചില ഉന്നതരിലേക്ക് ഇത് നീങ്ങുന്നു എന്നുള്ളത് കൊണ്ടല്ലേ തന്ത്രിയിൽ കൊണ്ടുവന്ന് ഇതവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അല്ല സാറേ, ഞാൻ ചോദിക്കട്ടെ, ഈ തന്ത്രിയിൽ കൊണ്ടുവന്ന് ആരാണ് അന്വേഷിക്കുന്നത്? അതിലേക്കാണ് താങ്കൾ ശ്രദ്ധിക്കുന്നത്. താങ്കളെപ്പോൾ ഒരു മുതിർന്ന മാധ്യമം അവരുടെ മേലും ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ മറ്റോ ഉണ്ടായിട്ടില്ല? അല്ലല്ല, നമുക്കൊന്നും അറിയാമല്ലോ. ഹൈക്കോടതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ മേൽനോട്ടത്തിൽ അവർ തന്നെ നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതിന് കേരള ഗവൺമെൻറ്റിനോ കേരളത്തിലെ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ അവരുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ ഞങ്ങളത് ഇടപെടാൻ പറ്റും? അപ്പം ഹൈക്കോടതി പറയുന്നു നിങ്ങൾ അന്വേഷണം നടത്തുക, റിപ്പോർട്ട് ഹൈക്കോടതിക്ക് തരിക, മുദ്രവെച്ച കവറിൽ, മന്ത്രിക്കല്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കല്ല കൊടുക്കുന്നത്. അവിടെ തന്നെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളോ ഇവർ പറയണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പറയണം, ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ വിശ്വാസമില്ല, ഹൈക്കോടതിയുടെ ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല. ഇത് രണ്ടുമുണ്ടല്ലോ, ഹൈക്കോടതിയിലെ അന്വേഷണം, ഉദ്യോഗസ്ഥരുടെ അന്വേഷണം, ഇവരെല്ലാം കൃത്യമായ നിലപാടുകൾ അറിയിക്കുന്നത് ഒരു രേഖ പോലും പുറത്തു പോകുന്നില്ല. ഒരു ഈച്ചയോട് പോലും ഇവർക്ക് ബന്ധപ്പെടാൻ സാധ്യമാകില്ല. അവരുടെ ഫോണുകൾ കൃത്യമായി ഹൈക്കോടതി നിരീക്ഷണത്തിലാണ്. ഒരു രേഖ പോലും ഒരാളിനോട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ച് ഞങ്ങൾ ഇന്ന് അവിടെ പോയി അവരെ കണ്ടു, സംസാരിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ പൊതുസമൂഹം അല്ലെങ്കിൽ പൊതുസമൂഹത്തെ പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാർ ആരെയാണ് വിശ്വസിക്കുന്നത്? അവിടെയാണ് ഞങ്ങളുടെ നിലപാട്, അവിടെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. മനസ്സിലായില്ലേ? ഞങ്ങളുടെ നേതാക്കന്മാരോ ഞങ്ങളുടെ ആൾക്കാരോ ഉണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോകൂ, അറസ്റ്റ് ചെയ്യൂ. മന്ത്രിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, എന്തേ വിട്ടയച്ച്? തന്ത്രിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, എന്തേ അകത്താക്കി? അവിടേക്കാണ് നമ്മൾ വിരലിച്ചുകൊണ്ടത്. പൊതുസമൂഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളുണ്ട്. ആ ആശങ്കകൾക്ക് പ്രിയപ്പെട്ട വിജയൻ സാറെങ്കിലും തിരി കത്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനത്തിനറിയേണ്ട സത്യാവസ്ഥയാണ്, ജനം മനസ്സിലാക്കേണ്ടത് സത്യാവസ്ഥ. നിങ്ങൾ താങ്കളെപ്പോലുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജനത്തിന് ഓൺ എയർ ചെയ്യുമ്പോൾ സത്യസന്ധമായിരിക്കണം. നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ ചാനലിലെ നിലപാടുകൾ അത് 100% സത്യസന്ധമായിരിക്കണം. ഇല്ലെങ്കിൽ വിസ്മൃതിയിലാണ്ട് പോകുമെന്നേ നമ്മൾ കണ്ടുകൊണ്ട് പലതും. എനിക്ക് അതേപോലെ അവസാനിപ്പിക്കാനുള്ളൂ. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് പൂർണ്ണമായും എൻ്റെ നേതാക്കന്മാർ അവർ ഈ തെറ്റുകൾ ചെയ്യില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ തന്നെയാണ്, പൂർണ്ണമായ വിശ്വാസത്തിലാണ്. ആ വിശ്വാസം ഇവരാരെങ്കിലും ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് മറുപടി പറയാൻ ഇന്ന് പറ്റില്ല. നാളെ അവരെന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പം വാസു, പത്മകുമാർ
ഞങ്ങളൊക്കെ ചിന്തിച്ചതിനപ്പുറത്തായി പോയവർ. മനസ്സിലായില്ലേ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ആകില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥലത്താണ് പത്മകുമാറും വാസുവും എത്തിയിരിക്കുന്നത്. ഒന്നുകിൽ വാസുവിന് പറയാം അത് ചെയ്യരുത്, അല്ലെങ്കിൽ പത്മകുമാറിന് പറയാം അങ്ങനെയല്ല എന്ന് പറയാത്തിടത്തോളം കാലം SIT ചെയ്ത സ്ഥലത്ത് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് കൃത്യമായി വിശ്വസിക്കുന്നു, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു ഇടതുപക്ഷക്കാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഉണ്ടാകാൻ പാടില്ലാത്തത്. അവർക്ക് എന്തിൻ്റെ ആവശ്യകതയാണ്? ജീവിച്ചാൽ പോരെ, വിജയസാറിന് ജീവിച്ചാൽ പോരെ. ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നു, മാധ്യമപ്രവർത്തന വർക്ക് ചെയ്യുന്നു, ആവശ്യത്തിന് സമ്പത്തുണ്ടാകുന്നു, നിങ്ങൾ വളരെ മര്യാദയ്ക്ക് സാർ, നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ സഹോദരങ്ങൾ എല്ലാം തീർന്നില്ലേ? ഒറ്റ ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് തീരും. ഇന്ന് ഈ പറഞ്ഞ ഞാൻ നാളെ പൊതുസമൂഹത്തിന് വിരുദ്ധമായ ഒരു നിലപാടെടുത്താൽ, ഒരു മോഷണക്കേസിൽ പ്രതിയായാൽ, ഏതെങ്കിലും ചെയ്താൽ അന്ന് തീരുമെന്ന് നമ്മുടെ എല്ലാം. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾ, രാഷ്ട്രീയക്കാരനാകട്ടെ, മാധ്യമപ്രവർത്തകനാകട്ടെ, അല്ലെങ്കിൽ സഭാപ്രവർത്തകനാകട്ടെ. ഞാൻ നേരത്തെ ഇന്നൊരു ചർച്ചയിൽ ഫ്രാങ്കോ തിരുമേനി ഒരു കന്യാസ്ത്രീ 13 കൊല്ലം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ്, ഞാൻ വെളിയിൽ പോയാൽ ഞാൻ സഭയ്ക്കെതിരാകും, ഞാൻ അകത്ത് നിന്നാൽ ഞാൻ വീണ്ടും 13 കൊല്ലം കഴിഞ്ഞ് 14ാമത്തെ കൊല്ലവും ഞാൻ പീഡിപ്പിക്കപ്പെടും. അപ്പം അവസാനിപ്പിക്കാം. എല്ലാ മേഖലയിലുമുണ്ട് എന്താണ് ഈ പറയുന്ന ആൾക്കാർ. സാമ്പത്തിക ലാഭം നോക്കുന്നവർ, ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നവർ, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ നേരത്തെ പറയും സമൂഹത്തിലെ പുഴുക്കുത്തുകളാണ്. ആ പുഴുക്കുത്തുകളെ കണ്ടെത്തി മാറ്റി നിർത്തുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പറ്റുന്ന മാധ്യമപ്രവർത്തകർ തന്നെയാണ്. അവിടെ മാധ്യമധർമ്മം എന്ന് ഒരെണ്ണമുണ്ട്. വളച്ചൊടിക്കരുത്, വരികൾക്കിടയിൽ കൂടെ വായിക്കരുത്. ഞാനത് പറഞ്ഞു തരുമ്പോൾ സാർ വിചാരിക്കും എന്നെക്കാട് എത്രയോ പ്രായത്തിന് താഴെയുള്ള ആളാണത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങൾ ചർച്ചകൾ വരും അല്ലെങ്കിൽ ന്യൂസുകൾ വരും, നിങ്ങളതിനെ മാധ്യമധർമ്മം കൃത്യമായി ഉപയോഗിക്കണം. ജനം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വാക്കുകളാണ്. വിജയൻ സാർ ഒരു കാര്യം പറയുമ്പോൾ അത് വ്യക്തതയോടെ കൃത്യതയോടെ താങ്കൾ പറയുമ്പോൾ ജനം അത് ഏറ്റെടുക്കുമെന്നേ. നമുക്കറിയാം ഗാന്ധിജിയുടെയൊക്കെ കാലഘട്ടം, ഗാന്ധിജിയുടെ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കുടുംബങ്ങളെയൊക്കെ വിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് തുല്യമാണ് നിങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അത് കാത്തിരിക്കാം, ഇനി എവിടെ വരെ പോകുന്നു എന്നുള്ളത്. എങ്ങും പോകില്ല സാർ, ഒരു കാരണവശാലും ഞങ്ങളുടെ നേതാക്കന്മാരിലേക്ക് എത്തില്ല. അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.